ഓപ്പൺ ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു തോരന്റെ റെസിപ്പിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ വീടുകളിൽ നിത്യേന തോരന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്താണ് ഇന്നത്തെ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. തൽക്കാലം നമുക്കിതിനെ മിക്സഡ് തോരൻ എന്ന് വിളിക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുകയും തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും വേണം. ഇത് നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഈ തോരൻ തയ്യാറാക്കാനായി ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി, 10 ബീൻസ്, 2 പച്ചമുളക്, 15ഓളം അമരയ്ക്ക, കുറച്ച് വള്ളിപ്പയർ, അതുപോലെ തന്നെ 2 സവോള, ഇത്രയുമാണ് ഈ തോരന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമ്മൾ തോരന് കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ തോരൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ചിലർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചേർത്ത് തോരനാക്കി എടുക്കാം. ഈ തോരന് ആവശ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് തേങ്ങ. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടാതെ 6 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ ജീരകവും ഇതിന് ആവശ്യമാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും നമ്മൾ നേരത്തെ കാണിച്ചതായ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് ഒറ്റ തവണ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂണോളം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതായ സവോളയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. സവോളയോടൊപ്പം നമുക്ക് കട്ട് ചെയ്തതായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം. ചെറുതായി കല്ലിലിട്ട് ഒരല്പം ചതച്ചാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും അമരയ്ക്കയും ബീൻസും പയറും എല്ലാം നമുക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തതായ എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് 3-4 മിനിറ്റ് വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ക്യാരറ്റും ബീൻസും ഒക്കെ നല്ല ഈർപ്പമുള്ളത് കൊണ്ട് നമ്മൾ അഡീഷണലായി വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തീ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയത്തിലും ഇട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ഞാനിത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ബീൻസും പയറും എല്ലാം നല്ലതുപോലെ മിക്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചതായ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അടിക്കുന്നത് ഒറ്റ തവണ മാത്രമേ മിക്സിയിൽ അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് തവണ നമ്മൾ മിക്സിയിൽ അടിക്കരുത്. ഇതിപ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് അഡീഷണൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങ എല്ലാം എല്ലാ ഭാഗങ്ങളിലും ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടുക. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ആവിയിലിരുന്ന് നല്ലതുപോലെ ഇത് ഒന്നുകൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു തോരനാണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയത്. നമുക്കറിയാം ക്യാരറ്റും ബീൻസും ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ തോരന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും സിമ്പിളായ ഈ തോരൻ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരന്. തീർച്ചയായും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് മറ്റുള്ളത് ചേർത്ത് നമുക്ക് തോരൻ റെഡിയാക്കാം. ഈ തോരൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു മിക്സഡ് തോരൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.